ബി.ജെ.പി. കേരളത്തിന്റെ ബി.ജെ.പിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടുത്തെ നേതാക്കന്മാരെ ഞാൻ 2019 ഞാൻ ടി.വിയിൽ പറഞ്ഞതാണ്. ഇവിടുത്തെ 2019 ഞാൻ 90% നേർമയില്ലാത്തവരാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാജ്യസഭാ എംപിയായിട്ട് പോയിട്ടുള്ള സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി എന്തെല്ലാം കാണിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മതി. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് എലക്ട് ചെയ്ത് പറഞ്ഞയക്കും ഓരോ എംപിമാരെ. ബി.ജെ.പിക്കാരനെന്ന് പറഞ്ഞ് ഞാൻ അവരെ താങ്കൊണ്ട് നടക്കാനൊന്നുമില്ല. പിന്നെ ഇവർ ഈ നന്ദികേട് കാണിച്ച് ദാർഷ്ട്യം കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ കാര്യം ചെയ്യില്ല. എലക്ട് ചെയ്യൂ. വി ആർ ദ പീപ്പിൾ ഹൂ ലവ്സ് ദിസ് കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം. ആ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം. അതിൽ രാഷ്ട്രബോധമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അതാണ് ഭാരതീയ ജനതാ പാർട്ടി. ആശയപരമായി ബി.ജെ.പിയോട് യോജിപ്പുണ്ടോ? ആശയപരമായിട്ട് ബി.ജെ.പിയോടൊന്നും യോജിപ്പില്ല. കാരണം ബി.ജെ.പിയോട് യോജിപ്പുണ്ടായിരുന്നു 2016 അവരെ ജയിപ്പിക്കണം എന്നൊക്കെ ഒരു തോന്നൽ 10-35 സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം വോട്ട് ശതമാനം കൂടിയിട്ടുമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു വാക്ക് നന്ദി പറയാനുള്ള കട്സി ഇവരിൽ ഒരു നേതാക്കന്മാരും കാണിച്ചിട്ടില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഇവന്മാരൊക്കെ നമ്മളെ യൂസ് ചെയ്യാണ് കാര്യത്തിന് വേണ്ടിയിട്ട്. രാഷ്ട്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഈ ബി.ജെ.പിക്കാർ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിജി ഈ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല.